എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മോൻ്റെ വിഷുക്കോടിയാണ്. അപ്പോൾ വിഷുക്കോടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു മയിൽപ്പീലിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു മയിൽപ്പീലി സ്റ്റെൻസിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇമേജ് കിട്ടും. ഞാനിപ്പോൾ ഫോൺ വെച്ചിട്ട് ഇത് പേപ്പറിലേക്ക് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഫാബ്രിക്കിലേക്ക് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒന്നുകിൽ കാർബൺ പേപ്പർ വെക്കാം. ഇനിയിപ്പോൾ കാർബൺ പേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഈ ഒരു മയിൽപ്പീലിയുടെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഡാർക്കായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫാബ്രിക് വെച്ചിട്ട് ഈ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈന് നമ്മളുടെ ഷർട്ടിലേക്ക് വരും. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഡാർക്ക് ആക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക പെൻസിലിനെ കൊണ്ട്. ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്രെയിം വെച്ചിട്ട് ഇതൊന്ന് ക്ലോത്ത് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ ക്ലോത്ത് ഇങ്ങനെ അനങ്ങി പോവാത്ത രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഈ മയിൽപ്പീലിയുടെ ഉള്ളിലായി ഈ ഒരു ഓവൽ ഷേപ്പാണ് ലൈറ്റ് ബ്ലൂ വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പുറത്ത് വരുന്നത് നമ്മൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ ബ്രഷിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ പെയിൻറ്റ് ചെയ്യുന്നത് ബാക്കി ഏരിയാസിലും കൂടെ സ്പ്രെഡാവും. പിന്നെ നമ്മൾ പീലികൾക്കൊക്കെ ഗ്രീൻ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മയിൽപ്പീലിയുടെ ലുക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഷൈനിങ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പേൾ കളേഴ്സാണ് എടുക്കുന്നത്. പേൾ കളേഴ്സ് എടുത്തിട്ട് പേൾ ഗ്രീൻ, ബ്ലൂ എടുത്തിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷൈനിങ് ആയിട്ടുള്ള ഇത് കിട്ടും. ഇനി നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഈ രണ്ട് ബ്ലൂവിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ് ഗോൾഡൻ കളർ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സൈഡിൽ ഗ്രീനും ബ്ലൂ ഒക്കെ കൊടുത്തതിലും ഈ ഒരു ഗോൾഡൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ ആ ഒരു പീലിയിലേക്ക് വരും. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലൈനർ ബ്രഷാണ് എടുക്കുന്നത്. ഇത് ഐലൈനറിൻ്റെ പഴയ ഒരു ഐലൈനറിൻ്റെ ബ്രഷാണ്. നമ്മൾ ഏറ്റവും മിഡിലായിട്ട് ലൈറ്റ് ബ്ലൂ ചെയ്ത അവിടെ നമ്മൾ ഡാർക്ക് ബ്ലൂ ഈ ഒരു ലൈനർ ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്.
അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുന്ന പോർഷൻ കുറച്ച് ഓറഞ്ച് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഈ പീലികൾക്കൊക്കെ ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3D എഫക്റ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മയിൽപ്പീലിയുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല പോലെ ഉണങ്ങാൻ വെക്കണം. ഒരു 24 hours എങ്കിലും ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വാഷ് ചെയ്യാണ്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ പുറത്ത് വരുന്ന പെൻസിൽ മാർക്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് വാഷിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഏരിയാസൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.